ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്നിപ്പോ നമ്മൾ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനത്തിന് മൈലേജ് കുറവുണ്ടോ? അതായത് നമ്മൾ കൂടുതലും ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഇഷ്യൂ ആണ് വാഹനത്തിന്റെ മൈലേജ് റിലേറ്റഡ് ഇഷ്യൂ. അതായത് നമ്മൾ അടിക്കുന്ന ഫ്യൂവലിന്റെ ഔട്ട്പുട്ട് നമുക്ക് നമ്മുടെ വാഹനം തരുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പലരും ചെയ്യുന്ന ഒരു കാര്യം എന്താണ്? എയർ ഫിൽട്ടർ, ഫ്യൂവൽ ഫിൽട്ടർ, പ്ലഗ്, ഈ മൂന്ന് കാര്യങ്ങൾ മാറി നോക്കും, പക്ഷെ പിന്നെയും ശരിയാവുന്നില്ല. പക്ഷെ ഇതൊന്നുമല്ല, നമ്മുടെ വാഹനത്തിൽ O2 എന്ന് പറയുന്ന സെൻസർ, അതായത് O2 ഓക്സിജൻ സെൻസർ എന്ന് പറയുന്ന ഒരു സാധനം വരുന്നുണ്ട്. അവൻ എന്തൊക്കെ റോളാണ് ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നിങ്ങളുടെ വാഹനത്തിൽ ഇതുപോലെ ഒരു മൈലേജ് ഇഷ്യൂ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ ഫുള്ള് കണ്ട് ഞാൻ ഈ പറയുന്ന കാര്യം ഒന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വാഹനത്തിന്റെ മൈലേജ് കൂടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എം ജെ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് O2 സെൻസർ എന്താണെന്നുള്ളത് പഠിക്കാം. അതായത് പഠിക്കാൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. O2 സെൻസർ എന്ന് പറഞ്ഞാൽ ഒരു ഓക്സിജൻ സെൻസർ ആണ്. സാധാരണ ഈ ഓക്സിജൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ മാസ്ക് ഒക്കെ വെച്ച് അടിച്ചു കയറ്റുന്ന ഓക്സിജൻ, സെയിം സംഗതി അത് തന്നെയാണ്. ഓക്സിജന്റെ ലെവല് കൃത്യമായി അറിയാൻ സാധിക്കുന്ന ഒരു സെൻസറാണ് ഓക്സിജൻ സെൻസർ, അല്ലെങ്കിൽ O2 സെൻസർ എന്ന് പറയും, ലാംഡ സെൻസർ എന്ന് പറയും. അങ്ങനെ കുറച്ചേറെ പേരുകളുള്ളൊരു വസ്തുവാണിത്. ഈ ഓക്സിജൻ സെൻസർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ MPFI വാഹനങ്ങൾ, മൾട്ടി പോയിന്റ് ഫ്യൂൽ ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ സിംഗിൾ പോയിന്റ് ഫ്യൂൽ ഇഞ്ചക്ഷൻ വാഹനങ്ങളിൽ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയ ഒരു സാധനം തന്നെയാണ് ഓക്സിജൻ സെൻസർ. പക്ഷെ അത് വന്ന് ഒരു 2 സെൻസർ വരെ, അതായത് സാധാരണ ഒരു സെൻസർ ഉള്ള സ്ഥാനത്ത് 2 സെൻസർ വരെ വന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു. ഈ വാഹനം സർവീസിന് ഇട്ടിരിക്കുന്നേ ഉള്ളൂ, പണി ചെയ്യാൻ കിടക്കുകയാണ്. ഈ മേളിൽ കാണുന്ന ഒരു ഓക്സിജൻ സെൻസർ ഇതിന്റെ തൊട്ട് താഴെ ദേണ്ട ഇവിടെ വരുന്നത്, അതായത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് അറിയത്തില്ല, ഈ ക്ലാമ്പിന്റെ തൊട്ട് താഴെ വരുന്നത് രണ്ടാമത്തെ O2 സെൻസർ. കണ്ടോ, ഈ വയർ പോകുന്നത് ആ O2 സെൻസറിലോട്ടാണ് പോകുന്നത്. നേരെ ചെല്ലുമ്പോൾ ഈ താഴെ ഞാൻ ഈ കൈ ചൂണ്ടിക്കാണിക്കുന്ന ഈ ഒരു പൊസിഷനിലാണ് ആ O2 സെൻസർ ഇരിക്കുന്നത്. അങ്ങനെ 2 O2 സെൻസർ വരുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം എന്തിനാണ് ഇനി 2 O2 സെൻസർ. അതായത് നമുക്ക് മേളത്തെ പോർഷൻ, അതായത് നമ്മുടെ കാറ്റലിറ്റിക് കൺവേർട്ടർ, ഈ കാണുന്ന ഒരു യൂണിറ്റ് ആണ് നമ്മുടെ കാറ്റലിറ്റിക് കൺവേർട്ടർ. നിങ്ങൾക്ക് എല്ലാം അറിയാം, ഇതാണ് കാറ്റലിറ്റിക് കൺവേർട്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഈ കാറ്റലിറ്റിക് കൺവേർട്ടറിലോട്ട് നമ്മുടെ എക്സോസ്റ്റ് മാനിഫോൾഡിൽ നിന്നും നേരെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഇങ്ങനെ 4 സിലിണ്ടറിൽ നിന്ന് നേരെ വരുന്ന ഈ ഒരു കാറ്റലിറ്റിക് കൺവേർട്ടറിലോട്ടാണ്. അപ്പൊ ഫസ്റ്റ് O2 സെൻസർ സെൻസ് ചെയ്യും എന്തൊക്കെയാണ് അതിനകത്ത് കുറവുകൾ ഉള്ളതെന്ന്. അതായത് ഓക്സിജന്റെ അളവ് എന്തേരെയുണ്ട്, ഫ്യൂവൽ ബേൺ ചെയ്യാതെ എത്രത്തോളം വരുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ മേളിൽ നിന്ന് അവൻ സെൻസ് ചെയ്ത് കഴിഞ്ഞ് താഴോട്ട് പോകുന്ന സമയത്ത്, അതായത് ഇപ്പം നമ്മുടെ BS6 പൊല്യൂഷന്റെ കാര്യങ്ങളൊക്കെ നോക്കി ഇത് ക്ലിയർ ചെയ്ത് താഴോട്ട് വരുന്ന സമയത്ത് മാറ്റം വല്ലതും വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ കാറ്റലിറ്റിക് കൺവേർട്ടറിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ, ഔട്ട്പുട്ട് പ്രോപ്പർ ആണോ, ഇതൊക്കെ അറിയാൻ വേണ്ടിയാണ് താഴെയും കൊണ്ട് ഒരു O2 സെൻസർ വരുന്നത്. ഓക്കെ, ഇതെല്ലാം നമുക്കൊന്ന് മാറ്റി വെക്കാൻ ജസ്റ്റ് ഒന്ന് ജനറൽ ആയിട്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ആദ്യം തന്നെ നമുക്ക് നോക്കാം O2 സെൻസർ എന്താണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ O2 സെൻസറിന്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമിഷൻ കൺട്രോൾ തന്നെയാണ്. അതായത് എമിഷൻ കൺട്രോൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പുറത്തോട്ട് പോകുന്ന വാതകം ക്ലീൻ ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന സാധനമാണ് ഈ O2 സെൻസർ എന്ന് പറയുന്നത്. മെയിൻ ആയിട്ടുള്ള ജോലി അതാണ്. പക്ഷേ ഈ O2 സെൻസറിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, O2 സെൻസർ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം എയറിന്റെ അളവ്, എത്രത്തോളം ഫ്യൂവലിന്റെ അളവ് ഒക്കെ ഉണ്ടെന്നുള്ളത് സെൻസ് ചെയ്തിട്ട് അത് നേരെ ECMന് പറഞ്ഞു കൊടുക്കും. അതായത് ECMനോട് പറയും ഇത്രയും എയറിന്റെ കണ്ടന്റ് അല്ലെങ്കിൽ ഓക്സിജന്റെ കണ്ടന്റ് ഉണ്ട്, ഇത്രയും ഫ്യൂവലിന്റെ കണ്ടന്റ് ഉണ്ട് എന്നൊക്കെയുള്ള സിഗ്നൽ കൊടുത്തു കഴിയുമ്പോൾ ECM എന്താണ് ചെയ്യുന്നത്? ECM നേരെ ഒരു സിഗ്നൽ കൊടുത്ത് അതിനനുസരിച്ച് ഫ്യൂവൽ കൂട്ടിയും കുറയ്ക്കുകയും, അതായത് കൂടുതൽ കുറച്ച് ഫ്യൂവൽ, ഇങ്ങനെ ഫ്യൂവലിനെ മാറ്റിക്കൊണ്ടേയിരിക്കും. അപ്പം ഇതിനകത്ത് മെയിൻ ആയിട്ട് വരുന്ന ഒരു ഇഷ്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന O2 സെൻസറിന് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ എന്ത് സംഭവിക്കും? ഇതിന്റെ റീഡിങ്സ് തെറ്റും. ഈ റീഡിങ്സ് തെറ്റുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നേരെ നമ്മുടെ ECMലോട്ട് ചെല്ലുന്ന സിഗ്നൽസ് തെറ്റും. ആ സിഗ്നൽ തെറ്റിക്കഴിഞ്ഞാൽ ECM എന്താ വിചാരിക്കുന്നത്? ECMന് അറിയത്തില്ല O2ന് പ്രശ്നം ഉണ്ടെന്നോ. സിഗ്നൽ കിട്ടുന്നുണ്ട്, ആ സിഗ്നൽ വെച്ച് നേരെ ഫ്യൂവൽ കൂട്ടിക്കൊടുക്കും. അതായത് കുറച്ച് കൂടുതൽ കൊടുക്കും, ചിലപ്പം കുറച്ച് കൊടുക്കും. അങ്ങനെ കുറച്ച് കൊടുക്കുമ്പോഴാണ് ചിലപ്പം മൈലേജ് ലോസസ്, അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് കൊടുക്കുമ്പോഴാണ് നമ്മുടെ വാഹനത്തിന് വലിമടുപ്പ് ഉണ്ടാകുന്നത്, മൈലേജ് കുറവ് വരുന്നത്. അപ്പൊ കുറച്ച് പേരെങ്കിലും ചോദിക്കും അതെങ്ങനെ കുറച്ച് കൊടുക്കുമ്പോൾ മൈലേജ് കുറയുന്നത്? വാഹനം വലിക്കത്തില്ല. വലിക്കാതെ വരുമ്പോൾ എന്നാ ചെയ്യുന്നത്? നമ്മൾ ലോവർ ഗിയേഴ്സിലോട്ട് ഇട്ട് നമ്മൾ പിന്നെയും ഓടിക്കാൻ ശ്രമിക്കും. അങ്ങനെ ഓടിക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ഷുവർ ആയിട്ടും നമ്മുടെ വാഹനത്തിന്റെ മൈലേജ് കുറയും. അന്നേരം നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത്? ഈ പറയുന്ന O2 സെൻസറിൽ നിന്ന് വരുന്ന സിഗ്നലിൽ എന്തോ പ്രശ്നമുണ്ട്. 2 കാരണങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ 2 പ്രാവശ്യം 2 രീതിക്ക് ഇത് കാണിക്കും. ഒന്നെങ്കിൽ ഈ O2 സെൻസറിന് കംപ്ലൈന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, കംപ്ലൈന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാർണിംഗ് ലൈറ്റ് കാണിക്കും. അതായത് ഒരു മാൽ ഫംഗ്ഷൻ ഇൻഡിക്കേഷൻ ലൈറ്റ്, അതായത് ഒരു എഞ്ചിന്റെ വാർണിംഗ് ലൈറ്റ് നമ്മുടെ മീറ്ററിൽ കത്തുന്നതായിരിക്കും. രണ്ടാമത്തെ കാര്യം, ഇൻ കേസ് ഈ വാർണിംഗ് ലൈറ്റ് കത്തിയില്ല, ഇത് മാൽ ഫംഗ്ഷനിങ് കാണിക്കാനുള്ള ചാൻസസും ഉണ്ട്.
അതെങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിക്ക് ഓയിലിന്റെ അംശം, അതായത് O2 സെൻസറിനകത്ത് ഓയിലിന്റെ അംശമോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ റീഡിങ്സ് പ്രോപ്പർ ആകത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കെങ്കിലും ഈ പറയുന്ന പോലെ ഒരു മൈലേജ് ലോസോ കാര്യങ്ങളൊക്കെ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ O2 സെൻസർ അഴിച്ചു നോക്കാൻ ഉറപ്പായിട്ടും നമ്മൾ അവരോട് റെക്കമെൻഡ് ചെയ്യണം. O2 സെൻസർ അഴിച്ചു നോക്കിയിട്ട് ഈ സെൻസറിന്റെ പുറമെ എന്തെങ്കിലും ഓയിൽ നിൽക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിക്ക് ഇത് ബ്ലോക്ക് ആയിട്ടുണ്ടോ, കാർബൺ കണ്ടന്റ് ഉണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ടും ചെക്ക് ചെയ്ത് നോക്കണം. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ക്ലീൻ ചെയ്ത് മാത്രം പിന്നെ ഫിറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇനി ഈ ഒരു രീതിക്ക്, അതായത് നമ്മളിപ്പോ ഏതായാലും ഫസ്റ്റ് നമ്മുടെ വാഹനത്തിന് ഒരു മൈലേജ് പ്രോബ്ലം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫ്യൂൽ എഫിഷ്യൻസി പ്രോപ്പർ ആയിട്ട് കിട്ടാതെ വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എയർ ഫിൽട്ടർ. ആസ് ഇറ്റ് ഈസ് അതൊരു നോർമൽ കേസ് ആണ്. രണ്ടാമത്തെ കാര്യം സ്പാർക്ക് പ്ലഗും, അതും ഒരു നോർമൽ കേസ് ആണ്. ഈ രണ്ട് കാര്യങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെയും നമുക്ക് പ്രശ്നം ഉണ്ടെങ്കിലാണ് ഞാൻ ഈ പറഞ്ഞൊരു പ്രോബ്ലം നോക്കേണ്ടത്. പക്ഷേ O2 സെൻസർ നോക്കിയിട്ട് പ്രശ്നമില്ല, എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിലോ പിന്നെ നോക്കേണ്ടത് നിങ്ങളുടെ ഫ്യൂവലിന്റെ കാറ്റഗറിയാണ്. അതായത് ഫ്യൂവലിന്റെ ഗ്രേഡ് കുറവാണെങ്കിൽ, അതായത് ലോ ക്വാളിറ്റി ഫ്യൂവൽസ് ഒക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോലും ഈ പറഞ്ഞ ഇഷ്യൂസ് കാണിക്കും. കാരണം എന്താന്ന് പറഞ്ഞാൽ O2 സെൻസർ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു ബേണിംഗ് പ്രോപ്പർ ആയിട്ടില്ല, ഇങ്ങനെയൊക്കെ വന്നാലും ഈ സെയിം ഇഷ്യൂ കാണിക്കും. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ വാഹനത്തിൽ ഒരു മൈലേജ് കിട്ടുന്നില്ല അല്ലെങ്കിൽ ഫ്യൂവൽ ലോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഈ പറഞ്ഞ പോലെ O2 സെൻസർ ചെക്ക് ചെയ്ത് നോക്കിയിരിക്കണം. O2 സെൻസറിന് പ്രശ്നം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ O2 സെൻസറിന് കംപ്ലൈന്റ് വെച്ച് ഓടുന്നുണ്ട് വേറെ കുഴപ്പമില്ലെന്ന് പലരും പറയുന്നുണ്ടെങ്കിലും തെറ്റായ ഒരു ധാരണയാണ്. O2 സെൻസറിന് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ O2 സെൻസർ മാറി വിട്ടോണം. അത് മാറാതിരുന്നു കഴിഞ്ഞാൽ 100% നിങ്ങളുടെ വാഹനത്തിന്റെ മൈലേജ്, പവർ ലോസ്, ബ്ലാക്ക് സ്മോക്ക്, ഓവറായിട്ടുള്ള ഫ്യൂവൽ കത്തുന്നു, ഇങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ നിങ്ങളുടെ വാഹനത്തിൽ വരുന്നതായിരിക്കും. ഓവറായിട്ടുള്ള ഫ്യൂവൽ കത്തിക്കഴിഞ്ഞാൽ ബ്ലാക്ക് സ്മോക്ക് വരും, കാർബണിന്റെ കണ്ടന്റ് കൂടും, വാഹനത്തിന്റെ വാൽവും കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസസ് മുമ്പോട്ട് കൂടുതലാണ്. അതുകൊണ്ട് കഴിവതും നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു പ്രശ്നം, ഏതെങ്കിലും സെൻസേഴ്സിന് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ക്ലിയർ ചെയ്ത് മാറി വിടേണ്ടത് അത്യാവശ്യമാണ്.